പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജീവൻ്റെ തുടിപ്പ് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ, ഈ കൊച്ചു ഭൂമിയിൽ ജീവൻ പ്രത്യക്ഷപ്പെടത്തക്ക രീതിയിൽ ഒരുപാട് ഫാക്ടേഴ്സ്, നിരവധി ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് നമ്മുടെ ഭൂമിയുടെ സൗഭാഗ്യം. എല്ലാം മറ്റും പറയാനുള്ള അവസരമില്ല. അതിലേറ്റവും പ്രധാനം വെളിച്ചം ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, വെളിച്ചത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. അതുതന്നെ ഈ ഭൂമിയുടെ മറ്റൊരു ഭാഗ്യം സൂര്യനിൽ നിന്നുള്ള അകലം കൃത്യമായിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ കൂടി അടുത്തു പോയിരുന്നെങ്കിൽ ജീവൻ സാധ്യമല്ലാത്ത രീതിയിൽ കരിഞ്ഞു പോയതിന്. കുറച്ചുകൂടി അകലെ ആയിരുന്നെങ്കിൽ ഈ ഭൂമി വീണ്ടും ജീവൻ സാധ്യമാകാത്ത രീതിയിൽ ഉറഞ്ഞു പോയതിന്, തണുത്തുറഞ്ഞു പോയതിന്. രണ്ടിൻ്റെയും ഇടയ്ക്ക് കൃത്യമായി ഈ ഭൂമി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭൂമിയുടെ ഭാഗ്യം, ജീവൻ്റെ ഭാഗ്യം. മാത്രമല്ല, ഈ സൂര്യൻ്റെ രശ്മികൾ ഉപയോഗിച്ചാണ് ഈ സസ്യങ്ങളൊക്കെ ഫോട്ടോസിന്തസിസൊക്കെ, അതൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്താണ് വെളിച്ചം? അതിനെക്കുറിച്ച് നമുക്കറിയാം. അനാദികാലം തൊട്ട് മനുഷ്യർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, വാട്ട് ഈസ് ലൈറ്റ്. നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ച് കാണും, ന്യൂട്ടനും ഐൻസ്റ്റീനും നമ്മൾ തന്നെ CV രാമനുമൊക്കെ വെളിച്ചത്തെക്കുറിച്ച് വളരെ പ്രഗത്ഭമായ പ്രസിദ്ധമായ പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ബാഹ്യ വെളിച്ചം പോലെ തന്നെ പ്രധാനമാണ് ആന്തരിക വെളിച്ചം, അല്ലെങ്കിൽ ജ്ഞാനം. ഈ ആന്തരിക വെളിച്ചം ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്നുള്ള പദവി ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ബാഹ്യ വെളിച്ചം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആന്തരിക വെളിച്ചം. അതാണ് മറ്റ് ജീവികളിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ ആന്തരിക വെളിച്ചമാണ്. ഈ ആന്തരിക വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം നടത്താനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ, ജ്ഞാനം നമുക്ക് ദീർഘവർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ജീവിതം കൊണ്ടൊക്കെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ജ്ഞാനമില്ലെങ്കിൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ, മനുഷ്യജീവിതം വ്യർത്ഥമായി പോകും. ഈ കവി ആഖിത്തത്തിൻ്റെ ഒരു കവിതയുണ്ട്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? വെളിച്ചം ദുഃഖമാണ്, ജ്ഞാനം ദുഃഖമാണ്. കാരണം ജ്ഞാനം ലഭിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചും അതിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും സഹോദരൻ്റെ വേദനകളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ആന്തരിക വെളിച്ചം ലഭിക്കും. അതുകൊണ്ടാണ് കവി പറയുന്നത് വെളിച്ചം ദുഃഖമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറയുമ്പോൾ, അതിനുവേണ്ടിയാണ് പഴയ നമ്മുടെ ഋഷിമാരൊക്കെ പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുറച്ച് പേർക്കെങ്കിലും അറിയാം. വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥനയുണ്ട്, തമസോ മാ ജ്യോതിർഗമയ. തമസിൽ നിന്നും എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന് ഋഷിമാർ ഉള്ളുലഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വെറും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണമെന്നുള്ള ഫിസിക്കൽ കോണ്ടെക്സ്റ്റിലല്ല അവരത് പറയുന്നത്. എൻ്റെ ഉള്ളിലെ ഇരുട്ട് മാറി വെളിച്ചം വരണം എന്നാണ്, അവിടെ ജ്ഞാനം വരണം എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന. ഇത് നമുക്ക് സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് ഗുരു. നമുക്കെല്ലാവർക്കും ഗുരുക്കന്മാരുണ്ട്. എന്താണ് ഈ ഗുരു? ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരുട്ട് മാറ്റുന്നവൻ എന്നുള്ളതാണ്. വെളിച്ചം കൊണ്ടുവരുന്ന വ്യക്തിയാണ് നമ്മൾ ഗുരു എന്ന വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. ഈ ഇരുട്ട് മാറ്റി, നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറ്റി വെളിച്ചം വരുത്തുന്നവനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുക. ഞാൻ ഏറെ വർഷങ്ങൾക്ക് മുൻപ് ലോകപ്രശസ്തനായ ഫിലിപ്പോസ് മാർ ക്രിസ്തോസ്റ്റം തിരുമേനി പറഞ്ഞ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചെറിയ ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നു. തിരുമേനി പറഞ്ഞു, തിരുമേനി കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ അച്ഛനായിരിക്കുമ്പോൾ, അപ്പോഴാണ് CV രാമന് വെളിച്ചത്തിൽ നോബൽ പ്രൈസ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്റ്റൊക്കെ നമുക്ക് വളരെ പ്രശസ്തമാണ്, രാമൻ എഫക്റ്റ്. അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ തിരുമേനി പറഞ്ഞു, തിരുമേനി ആ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏതാണ്ട് അടുത്താണ് പുള്ളിയുടെ പള്ളിയും പാഴ്സനേജും ഒക്കെ. അപ്പോൾ തിരുമേനി തീരുമാനിച്ചു,
സി വി രാമനെ നേരിട്ട് പോയി കണ്ട് ഈ വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം സി വി രാമൻ്റെ ഓഫീസിൽ ചെന്നു. സി വി രാമനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ, താങ്കളുടെ തീസീസൊന്നും അല്ലെങ്കിൽ താങ്കളുടെ കണ്ടുപിടുത്തത്തിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റൊന്നും എനിക്ക് മനസ്സിലായില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് വെളിച്ചത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് സവിനയം ചോദിച്ചു. അപ്പോൾ സി വി രാമൻ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യും, നാളെ വൈകുന്നേരമാകുമ്പോൾ ഈവനിങ് ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് സി വി രാമൻ പറഞ്ഞു. അപ്പോൾ തിരുമേനി വിചാരിച്ച് എന്തിനാണ് വെളിച്ചത്തെക്കുറിച്ച് പറയാനായിട്ട് നാളെ വൈകുന്നേരം വരണം എന്ന് ഈ മഹാശാസ്ത്രജ്ഞൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അംഗീകരിച്ചുകൊണ്ട് തിരുമേനി അന്നത്തെ അച്ഛൻ, കൊച്ചച്ഛൻ ഡോക്ടർ സി വി രാമനെ കാണാൻ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ രാമൻ തിണ്ണയിലിരിപ്പുണ്ട്. തിരുമേനി അച്ഛനെ കണ്ട് സ്വാഗതം ചെയ്തു, വർത്തമാനമൊക്കെ പറഞ്ഞു, പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇരുട്ടായി, സന്ധ്യയായി. അപ്പോൾ ഒരു മനോഹരിയായൊരു പെൺകുട്ടി, നല്ല മനോഹരമായ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട്, തലമുടിയൊക്കെ കുളിച്ച്, തലമുടിയൊക്കെ പിന്നി, അതിമനോഹരിയുമായൊരു പെൺകുട്ടി, സി വി രാമൻ്റെ കൊച്ചുമകളാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടി ഒരു ദീപവുമായിട്ടൊരു നിലവിളക്കിൽ ഒരു ജ്വാല, ഇളകിയാടുന്ന ഒരു ജ്വാലയുമായിട്ട് വഹിച്ചുകൊണ്ട് ആ പെൺകുട്ടി പൂമുഖത്തൊക്കെ ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ സി വി രാമൻ അച്ഛനോട്, ക്രിസോസ്റ്റം തിരുമേനി അന്നത്തെ അച്ഛനോട് പറഞ്ഞു, നോക്കൂ, ആ തിരുനാളം, ആ വെളിച്ചം, അതാണ് യഥാർത്ഥ വെളിച്ചം. മറ്റതൊക്കെ ബാഹ്യമായ വെളിച്ചമാണ്, ഇതാണ് യഥാർത്ഥ വെളിച്ചം. ഉന്നതനായ സയൻറ്റിഫിക്കലി അങ്ങേയറ്റം വെളിച്ചത്തെക്കുറിച്ച് പഠിച്ച രാമനും പറയുന്നു, വെളിച്ചം സ്പിരിച്വലാണ്, ആന്തരികമാണ്. അതിനെയാണ് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് സി വി രാമൻ തിരുമേനിയെ പഠിപ്പിക്കുകയായിരുന്നു. തിരുമേനി ഇത് വന്ന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സംഭാഷണ മധ്യേ പറഞ്ഞത് ഓർക്കുന്നു. അപ്പോൾ നമുക്ക് എന്തുമാത്രം ഈ ആന്തരിക വെളിച്ചത്തിന്, പക്ഷേ ഇന്ന് നമുക്ക് ഈ ബാഹ്യലോകത്തിൽ ഒരുപാട് വെളിച്ചമുണ്ട്. നമുക്ക് LED ഒക്കെ നമുക്കറിയാം, ഇന്ന് വളരെ സുലഭമായിട്ട് നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. ബാഹ്യ വെളിച്ചം ഒരുപാടുണ്ട്. പക്ഷേ ആന്തരിക വെളിച്ചം, നമ്മുടെ ഉള്ളിലെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു സെൻ കഥ ഓർമ്മ വരുന്നു. നമുക്കറിയാം, ഈ സെൻ ഗുരുക്കൾ ഒരിക്കലും ശിഷ്യന്മാരെ ക്ലാസ് മുറിയിൽ ഇരുത്തൊന്നും പഠിപ്പിക്കാറില്ല. ശിഷ്യരെ ഇങ്ങനെ പട്ടണത്തിലൂടെയും ഗ്രാമത്തിലൂടെയൊക്കെ നടത്തി പല കാര്യങ്ങളൊക്കെ കാണിച്ച് ആണ് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം കുറേ ശിഷ്യന്മാരെ ഇരുത്തിക്കൊണ്ട് അവരോട് ചോദിച്ചു, സെൻഗുരു ചോദിച്ചു, എപ്പോഴാണ് വെളിച്ചം വരുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങ് ദൂരെ കാണുന്ന ആൽമരവും മാവിൻ്റെ മരവും തമ്മിൽ തിരിച്ചറിയാനാകുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചം വരും. ഗുരു പറഞ്ഞല്ല. മറ്റൊരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് ദൂരെ കാണുന്ന ഒരു പശുക്കുട്ടിയെയും ഒരാടിനെയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് രണ്ടാമൻ പറഞ്ഞു. അതും ഗുരു നിഷേധിച്ചു. ഓരോ ശിഷ്യന്മാരും ഓരോ അവരുടെ അഭിപ്രായം പറഞ്ഞു. ഒന്നും ഗുരുവിന് ശരിയായി തോന്നിയില്ല. അപ്പോൾ ഒടുവിൽ ഗതികെട്ട് ശിഷ്യന്മാർ പറഞ്ഞു, എന്നാൽ ഗുരു തന്നെ ഇതിൻ്റെ മറുപടി പറയുക. അപ്പോൾ ഗുരു പറഞ്ഞു, അടുത്തിരിക്കുന്നവൻ സഹോദരനാണെന്ന് മനസ്സിലാകുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചം വരും. സോ ഇതാണ് ഇന്ന് നമുക്ക് ലോകത്തിന് നൽകാനുള്ള സന്ദേശം. എപ്പോഴാണ് ഇരുട്ട് മാറി വെളിച്ചം വരുന്നത്? നമ്മുടെ അടുത്തിരിക്കുന്നവൻ, നമ്മുടെ സഹോദരൻ, അവൻ ഏത് മതസ്ഥനാണെങ്കിലും ഏത് വർണ്ണത്തിലുള്ളവനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവൻ നമ്മുടെ സഹോദരനാണ്. അവനെ നമുക്ക് ഒരു സഹോദര സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുതേണ്ടതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചം വരും.